കെ.സി. വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന സൂചന. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടെന്ന ഹൈക്കമാൻഡിൽ ധാരണ. മുല്ലപ്പള്ളി, കെ. സുധാകരൻ, കെ. മുരളീധരൻ ഉൾപ്പെടെയുള്ള മുൻ കെ.പി.സി.സി. അധ്യക്ഷന്മാരെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചു. അതേസമയം 3 രഹസ്യ നിരീക്ഷകരെ എ.ഐ.സി.സി. കേരളത്തിൽ നിയോഗിച്ചു. സംസ്ഥാനത്തെ പൊതുവികാരം വിലയിരുത്തി ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകുന്നതിനാണ് രഹസ്യ നിരീക്ഷകരെ നിയോഗിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി നൃപൻ കൂടി ചേരുന്നുണ്ട്. നൃപൻ, ഇതുവരെയും ഒരു തീരുമാനം മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കെ.പി.സി.സി. അധ്യക്ഷന്മാരെ കൂടി ദില്ലിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം 3 രഹസ്യ നിരീക്ഷകരെ കൂടി എ.ഐ.സി.സി. കേരളത്തിൽ നിയോഗിച്ചിട്ടുണ്ട്. അതായത് ഈ സംസ്ഥാനത്തെ പൊതുവികാരം വിലയിരുത്തി ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകുന്നതിനാണ് ഈ 3 രഹസ്യ നിരീക്ഷകരെ ഇപ്പോൾ കേരളത്തിൽ നിയോഗിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുമെന്ന സൂചനയും പുറത്തു വരുന്നുണ്ട്. അവന്തിക, തീർച്ചയായും എം.എൽ.എമാരുടെ കണക്കെടുത്തിട്ടും കോൺഗ്രസിന്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ ഇതുവരെ ഹൈക്കമാൻഡിന് ആയിട്ടില്ല എന്നത് തന്നെയാണ്. തർക്കം വീണ്ടും പലതരത്തിലേക്ക് മുറുകുന്നു എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന പ്രഖ്യാപനം കാത്തിരിക്കുകയായിരുന്നു കേരളത്തിലേക്ക് മടങ്ങിയ നേതാക്കൾ. ഇന്ന് രാവിലെ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ഇനി ചർച്ചകളില്ല, ഇനി പ്രഖ്യാപനം മാത്രമാണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായ ട്വിസ്റ്റിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇത് അവസാന നിമിഷം ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് നിലവിലുള്ള മുൻ കെ.പി.സി.സി. അധ്യക്ഷന്മാരെയെല്ലാം വീണ്ടും ദില്ലിയിലേക്ക് വിളിപ്പിച്ചിട്ടുള്ളത്. കെ. മുരളീധരൻ, ഒപ്പം തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കെ. സുധാകരൻ, വി. എസ്. സുധീരൻ എന്നീ നേതാക്കളോട് ദില്ലിയിലേക്ക് എത്രയും വേഗം എത്തിച്ചേരാനുള്ള സന്ദേശമെത്തി. അവർ നാളെ രാവിലെ 11 മണിയോടുകൂടി എല്ലാ നേതാക്കളും ദില്ലിയിൽ എത്തിച്ചേരും. അവിടെ ഹൈക്കമാൻഡുമായി ആശയവിനിമയം നടത്തും. അവരെ എന്തിനാണ് വിളിപ്പിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട്. നിലവിലുള്ള ചർച്ചകളുടെ ഭാഗമായി നേരത്തെ അവന്തിക സൂചിപ്പിച്ചതുപോലെ ഈ പാർലമെന്ററി പാർട്ടിയുടെ യോഗത്തിൽ എടുത്ത തീരുമാനപ്രകാരം ഭൂരിപക്ഷമുള്ളത് ഇപ്പോഴും കെ.സി. വേണുഗോപാലിനാണ്. അത് ബോധ്യപ്പെടുത്തി ഒരു സമവായത്തിലൂടെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് എല്ലാവരെയും കേൾക്കുന്നതിന് വേണ്ടിയാണോ, അല്ല ബാഹ്യമായിട്ടുള്ള പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ തീരുമാനം മാറ്റി പുനരാലോചനയിലേക്ക് പോകാനാണോ, ചില സമവായ നീക്കങ്ങൾ നടത്താനാണോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. പക്ഷേ കെ. മുരളീധരൻ അടക്കം പറഞ്ഞിട്ടുള്ളത് തങ്ങളെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. എന്താണ് എന്ന കാര്യം അവിടെ പോകുമ്പോൾ മാത്രമേ കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ. എം.എൽ.എ. എന്ന നിലയിൽ തന്റെ നിലപാട് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ആണ്. എന്താണ് ദില്ലിയിൽ നിന്ന് അറിയുന്നത്, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ദില്ലിയിൽ തന്റെ മറുപടി അറിയിക്കുമെന്നതാണ്. ഒപ്പം തന്നെ വി. എം. സുധീരനും നാളെ ദില്ലിയിലേക്കുള്ള യാത്ര സ്ഥിരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് എത്രയും വേഗം മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടാകട്ടെ, ദില്ലിയിൽ പോയി തന്റെ അഭിപ്രായം അവിടെ രേഖപ്പെടുത്തുമെന്നതാണ്. കെ. സുധാകരനും ദില്ലിയിലേക്ക് തിരിക്കുന്നുണ്ട്. പക്ഷെ മുല്ലപ്പള്ളി രാമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇപ്പോൾ യാത്ര ചെയ്യാനുള്ള മറ്റ് ചില സാങ്കേതിക പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് യാത്ര ഒഴിവാക്കുന്നില്ല. അദ്ദേഹം ഫോൺ വഴിയായിരിക്കും അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ദില്ലിയിൽ അറിയിക്കുക. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇത് മുഖ്യമന്ത്രി പ്രഖ്യാപനം ഒരു ക്ലൈമാക്സിലേക്ക് നീങ്ങുകയാണ്. ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന കെ.സി. വേണുഗോപാലിനുള്ള പാർലമെന്ററി പാർട്ടി യോഗത്തിലെ ഭൂരിപക്ഷം നിലനിൽക്കുമ്പോൾ തന്നെ മറ്റ് ചില കൂടിയാലോചന കൂടി ഹൈക്കമാൻഡ് ആരംഭിച്ചിട്ടുള്ളത് എന്തിനാണ് എന്ന കാര്യത്തിൽ ഏവർക്കും ആശങ്കയുണ്ട്. പക്ഷേ 3 നേതാക്കളും അന്തിമ തീരുമാനം പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുകയാണ്. അതിൽ പൂർണ്ണമായ മുൻതൂക്കം ഇപ്പോഴും കെ.സി. വേണുഗോപാലിനാണ്. മറ്റ് തരത്തിലുള്ള സമവായ നീക്കങ്ങളിലേക്ക് കാര്യങ്ങൾ പോയാൽ അത് രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി മാറാനുള്ള സാധ്യതകളിൽ തെളിയുന്നുണ്ട്. അവന്തിക, അതായത് നൃപൻ, ഇപ്പോൾ 3 നിരീക്ഷകരെ കൂടി കേരളത്തിലേക്ക് അയച്ചിട്ടുള്ളതായിട്ട് അറിയാൻ കഴിയുന്നുണ്ട്. അതായത് നേരത്തെ 2 നിരീക്ഷകർ വന്നു, എം.എൽ.എമാരുടെ പിന്തുണ ആർക്കെന്ന് രേഖപ്പെടുത്തി അത് ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചു, അതിലൊരു ചർച്ച നടന്നു. ഇപ്പോൾ വീണ്ടും ഒരു രഹസ്യ നിരീക്ഷകരെ എ.ഐ.സി.സി. കേരളത്തിൽ നിയോഗിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കാനുള്ള ബന്ധപ്പെടൽ എ.ഐ.സി.സി. ഹൈക്കമാൻഡ് നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് 2 സീക്രട്ട് ആയിട്ടുള്ള നിരീക്ഷകരെ കൂടി, ഷാഡോ നിരീക്ഷകരെ കൂടി കേരളത്തിലേക്ക് അയച്ചിട്ടുള്ളത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. കേരളത്തിലുള്ള പൊതുജനങ്ങളുടെ അഭിപ്രായം, ഒപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരുടെ അഭിപ്രായം, തെരഞ്ഞെടുപ്പിന് ശേഷം ആരാണ് മുഖ്യമന്ത്രിയാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങളിൽ നിന്ന് വിശദാംശങ്ങൾ ശേഖരിക്കുക എന്നതുകൂടിയാണ് ഈ സീക്രട്ടായിട്ടുള്ള നിരീക്ഷകരുടെ ലക്ഷ്യം. ആ രഹസ്യ നിരീക്ഷകർ ഈ ദിവസങ്ങളിൽ തന്നെ കേരളത്തിലേക്ക് എത്തിച്ചേർന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള അഭിപ്രായം തേടി അതും രഹസ്യമായി ഹൈക്കമാൻഡിനെ അറിയിക്കുമെന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അവന്തിക, ശരി, നൃപനാണ് വിവരങ്ങൾ നൽകിയത്.